ഹായ് മക്കളെ, ഓണപരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ചാപ്റ്റർ പഠിക്കുമ്പം ഇതങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ, ഇത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് അല്ലേ. പ്രശ്നം പരിഹരിക്കാനാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നമ്മുടെ ബ്ലഡ് ആൻഡ് ലിംഫ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, രക്തവും ലിംഫും എന്താണെന്ന് അറിയാത്ത എൻ്റെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഇത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ വീഡിയോ ആയിട്ട് വന്നത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാം. കുറേ കുട്ടികളുടെ കൺസേൺ മനസ്സിലാക്കിയിട്ടാണ് മിസ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഓണപരീക്ഷയ്ക്ക് ഉറപ്പിച്ച് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഒന്നുകിൽ രക്തക്കുഴലുകൾ ബ്ലഡ് വെസലിനെ പറ്റിയിട്ട് ചോദിക്കും, അതല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും ഈ ഒരു ചിത്രത്തിൽ നിന്നും ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിൽ കാണുന്ന മൈക്രോ വില്ലസുകളാണ്. ഇതിലൂടെയാണ് നമ്മുടെ ബ്ലഡിലേക്ക് നമ്മുടെ ന്യൂട്രിയൻസ്, നമ്മൾ ഡൈജഷനൊക്കെ നടത്തി കിട്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങളെ അബ്സോർബ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ സ്വാംശീകരണം ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന ആഗിരണം നടക്കുന്ന പ്രോസസ്സിൽ സിംഗിൾ ലെയർഡ് എപ്പിത്തീലിയൽ സെല്ലിൻ്റെ ചുറ്റുമായിട്ട് കാണാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് രക്തലോമികകൾ ബ്ലഡ് കാപ്പിലറീസ് കാണാം. നടുക്കൊരു പച്ച കളറിലൊരു ചിത്രം കാണാം. അതിനെയാണ് നമ്മൾ ലാക്ടിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ബ്ലഡ് കാപ്പിലറീസിൽ എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഈ കാണുന്ന റെഡ് ആൻഡ് വയലറ്റ് കളറിലുള്ളതാണ് രക്തലോമികകൾ. അതാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്, അമിനോ ആസിഡ്സ് ആഗിരണം ചെയ്യുന്നത്. അപ്പോൾ രക്തലോമികകൾ എന്തൊക്കെ ആഗിരണം ചെയ്യുന്നു? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ് പിന്നെ അമിനോ ആസിഡുകൾ ആഗിരണം ചെയ്യുന്നു. പിന്നെ ഇവിടെ സെന്ററിൽ ഞാൻ പറഞ്ഞ പച്ച കളറിൽ കാണുന്നുണ്ടല്ലോ, ഈ പച്ച കളറിലുള്ള ആളാണ് ലാക്ടിയൽ. അവരെന്താ ചെയ്യുന്നത്? അവർ ലിംഫ് വെസലിന്റെ ഒരു ബ്രാഞ്ചാണ് ലാക്ടിയൽ. ലിംഫിന്റെ ഒരു ഭാഗമാണ് ലാക്ടിയൽ. അവർ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ് എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. ഇനി ബ്ലഡും ലിംഫും എന്താണ്? നമ്മുടെ ബ്ലഡിൽ ഏകദേശം 55% എന്താണ്? പ്ലാസ്മയാണ് അടങ്ങിയിട്ടുള്ളത്. 45% ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ രക്തകോശങ്ങളാണ്. എന്നാൽ ഈ ബ്ലഡ് കാപ്പിലറീസിൽ രക്തലോമിക ഉണ്ടല്ലോ, രക്തലോമിക എന്ന് പറയുമ്പോൾ വളരെ ചെറിയ രക്തലോമികയാണ്. ഒരു നിര കോശങ്ങൾ മാത്രമുള്ളതാണ് ബ്ലഡ് കാപ്പിലറീസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന സമയത്ത് കുറച്ച് ബ്ലഡ് ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ എന്ത് ചെയ്യും? പുറത്തോട്ട് വീഴും. ബ്ലഡ് എന്ന് പറയുമ്പോൾ RBC ഒന്നും വരില്ല. പ്ലാസ്മയും കുറച്ച് പ്രോട്ടീൻസും അതുപോലെ WBC ഒക്കെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന രക്തക്കുഴലുകളുടെ ഇടയിൽ നിന്നും ഊസ് ഔട്ട് ചെയ്ത് പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പം ആ രക്തക്കുഴലിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഇത് വേറൊരു കുഴലിലേക്ക് കയറും. ആ കുഴലാണെന്ത്? നമ്മുടെ ലിംഫ് എന്ന് പറയുന്ന കുഴൽ. ഓക്കെ, അപ്പോൾ ഈ ഇറങ്ങി വന്നിട്ടുള്ള ടിഷ്യൂ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? ഈ ടിഷ്യൂ ഫ്ലൂയിഡ് ഈ കുഴലിലേക്ക് കയറും. അപ്പം അതെന്തായി മാറി? അത് ലിംഫായിട്ട് മാറി. അപ്പം കോശത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഊസ് ഔട്ട് ചെയ്യുന്ന ഫ്ലൂയിഡിനെ നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവം എന്ന് പറയും. ഈ ടിഷ്യൂ ദ്രവം ഒരു ലിംഫ് വെസലിലേക്കോ കാപ്പിലറിലോട്ട് കയറി കഴിഞ്ഞാൽ അത് എന്തായി മാറി? അത് നമ്മുടെ ലിംഫ് ആയിട്ട് മാറി. അപ്പം ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ blood flow through capillary fluid part of blood ooze into the intercellular spaces through minute pore, thus is tissue fluid. Substances takes place between cell and tissue fluid. അല്ല, ഇതിലൂടെ ട്രാൻസ്പോർട്ട് ഒക്കെ നടക്കുന്നുമുണ്ട്. അപ്പം രക്തലോമികയിൽ നിന്ന് ഊർന്നിറങ്ങി വരുന്ന ദ്രാവക ഭാഗത്തിലുള്ളതിനെയാണ് നമ്മൾ ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത്. ഈ ടിഷ്യൂ ദ്രവത്തിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു? ലിംഫിലോമികയിലേക്ക് കയറുന്നു. ആ ലിംഫിലൂടെ പോകുന്നതാണെന്ത്? നമ്മൾ പറയുന്നത് ലിംഫ് എന്ന് പറയുന്നത്. അപ്പം ലിംഫ് വെസലിൽ എന്താ ചെയ്യുന്നത്? കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘു ഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും സംവഹനം ചെയ്യുന്നു. അപ്പം ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻസും അതുപോലെ തന്നെ കൊഴുപ്പും സംവഹനം ചെയ്യുന്നത് നമ്മുടെ ലിംഫാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? ലിംഫ് വെസൽസ് ഉണ്ട്, സ്പ്ലീൻ ഉണ്ട്, ലിംഫ് നോഡ് ഉണ്ട്, ബോൺ മാരോ ഉണ്ട്. ഇതൊക്കെ ലിംഫ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള വരുന്ന ആൾക്കാരാണ്. ഇത്രയും കാര്യങ്ങൾ നല്ല ക്ലിയർ കട്ട് ആയിട്ട് പഠിച്ചു വെക്കുക. ഇത് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. ഇനി പ്രധാനമായിട്ടൊരു കാര്യം, ബ്ലഡ് വെസൽസും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആർട്ടറീസ് ആണോ വെയിൻസിനാണോ വലുപ്പം കൂടുതൽ? അത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ആൻഡ് കൂടുതൽ വീഡിയോസും ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം. ബൈ.